Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ്. നമ്മൾ ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SC ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഇത് രണ്ടും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. എല്ലാ സബ്ജക്ട്സിൻ്റെയും അസൈൻമെൻറ്റ് സപ്പോർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ പാർട്ട് എയിൽ 8 ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ 5 എണ്ണത്തിന് ആൻസർ ചെയ്യണം. ഒരു ചോദ്യത്തിന് 2 മാർക്ക്, 5 × 2 10. അപ്പോൾ ആ 8 ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ വലിയൊരു പേപ്പറാണ് നമുക്ക് പഠിക്കാനുള്ളത്. 9 യൂണിറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ 8 ചോദ്യങ്ങൾ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായുള്ളൊരു കാര്യമാണ്. എന്നാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ട് പോകാം. നമ്പർ 1 എന്നാ പിടിച്ചോ, നിർബന്ധമായും ലോ എന്താണെന്ന് പഠിക്കുക. അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് ലോ. അതിലേതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നുണ്ട്. ലോ അതിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ഇപ്പോൾ മുനിസിപ്പൽ ലോ, ഇൻ്റർനാഷണൽ ലോ, അങ്ങനെ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് അതിൽ നോക്കിയാൽ കാണാം. അതിലേതെങ്കിലും ഒന്നിനെ പറ്റിയിട്ട് ഒരു 3-4 ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് നമ്പർ 1 സജസ്റ്റ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് നേച്ചുറൽ ജസ്റ്റിസ് ഉണ്ട്. അതിൽ 2 പ്രിൻസിപ്പിൾസ് ആണ്. അതിലേതെങ്കിലും ഒരെണ്ണം ചോദിക്കാം. അപ്പോൾ മെയിനായിട്ട് 2 പ്രിൻസിപ്പിൾസ് ഓഫ് നേച്ചുറൽ ജസ്റ്റിസ് കാണാം നമുക്ക്. അതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 2 എണ്ണം ഉള്ളത്. ഒരെണ്ണം ആദ്യത്തെ ദി പ്രിൻസിപ്പിൾ ഓഫ് OD ഓൾട്ടറം, പ്രിൻസിപ്പിൾ ഓഫ് OD ഓൾട്ടറം പാർട്ടം. ഇതാണ് ഒരെണ്ണം വരുന്നത്. രണ്ടാമത്തെ വരുന്നത് പ്രിൻസിപ്പിൾ ഓഫ് നിമോ ജൂഡെക്സ് ഇൻ കോസ സ്വ. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് നേച്ചുറൽ ജസ്റ്റിസ് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് 2 മാർക്സിന്. ചിലപ്പോൾ ഈ 2 പ്രിൻസിപ്പിൾസിൽ ഏതെങ്കിലും ഒരെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യുക, അങ്ങനെ ആയിരിക്കും വരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ദെൻ മൂന്നാമത്തെ സജസ്റ്റ് ചെയ്യാനുള്ളത് ഷോർട്ട് നോട്ട്. ഇപ്പോൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, അതുപോലെ തന്നെ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് പ്രതീക്ഷിക്കുന്നുണ്ട്. കോൺട്രാക്ട് ആക്ടോ അതുപോലെ തന്നെ കമ്പനീസ് ആക്ടോ. ദെൻ നെക്സ്റ്റ് ഷോർട്ട് നോട്ട് പേറ്റന്റ് എന്താണ് നോക്കിയിരിക്കണം. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഡിസൈൻ അതിനെ പറ്റിയിട്ട് പ്രതീക്ഷിക്കുന്നൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ ജിയോഗ്രഫിക്കൽ, ആ സെയിം ചാപ്റ്ററിൽ തന്നെ എന്താണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ്. ഓക്കെ, അപ്പോൾ പേറ്റന്റ്, ഇൻഡസ്ട്രിയൽ ഡിസൈൻ, ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ഇതിലേതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നതാണ് കോമ്പറ്റീഷൻ ആക്ട് 2002 എന്താണ്. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ ആക്ട് 2002 എഗ്രിമെൻ്റ് എന്താണ്. അതുപോലെ തന്നെ ആൻറ്റി കോമ്പറ്റീറ്റീവ് എഗ്രിമെൻ്റ് എന്താണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആൻറ്റി
കോമ്പറ്റിറ്റീവ് എഗ്രിമെൻറ്റ് എന്താണ്? അപ്പോൾ അത് പ്രതീക്ഷിക്കുന്നൊരു ചോദ്യമാണ് കേട്ടോ. കോമ്പറ്റീഷൻ ആക്ട് അതുപോലെ തന്നെ ആൻറ്റി കോമ്പറ്റിറ്റീവ് എഗ്രിമെൻ്റ് എന്താണെന്നുള്ളത് നോക്കിയിരിക്കണം. ഓക്കെ, അത് ഡിഫൈൻ ചെയ്യുന്നത് നമുക്ക് ബുക്കിലുണ്ട്, അപ്പോൾ അതൊന്ന് നോക്കാം. ദെൻ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നതാണ് അമാൽഗമേഷൻ എന്താണ്? അമാൽഗമേഷനിൽ തന്നെ താഴെ നോക്കിയാൽ അതിലുള്ള ടൈപ്സിലുണ്ട് മെർജേഴ്സ് ആൻഡ് അതിൻ്റെ കൂടെയുള്ളതാണ് എക്വിസിഷൻ. അതിൻ്റെ കൺസെപ്റ്റ് നോക്കി വയ്ക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. SAക്കാണ് ശരിക്കും പ്രതീക്ഷിക്കുന്നത്, ചിലപ്പോൾ 2 മാർക്സിന് ചോദിച്ചാലോ. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്താണ് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നതാണ് ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്താണ്? അതുപോലെ തന്നെ ഓൺലൈൻ കോൺട്രാക്റ്റ് എന്താണെന്നുള്ളത് പഠിക്കുക. ഓൺലൈൻ കോൺട്രാക്റ്റ് അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം അതിൽ ഏതെങ്കിലും ഒരെണ്ണം. ടൈപ്സ് ജസ്റ്റ് ഒന്ന് നോക്കാം. മെയിനായിട്ട് ഇലക്ട്രോണിക് സിഗ്നേച്ചർ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ. കോമ്പറ്റീഷൻ കമ്മീഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫെമേനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഫെമ എന്താണ്? അതിൽ കോൺട്രവെൻഷൻ ആൻഡ് പെനാൽറ്റീസ് ഉണ്ട് ഫെമേനെ റിലേറ്റ് ചെയ്തിട്ട്. കോൺട്രവെൻഷൻ എന്താണ് കൺസെപ്റ്റ്, ആൻഡ് പെനാൽറ്റീസ് റിലേറ്റഡ് വിത്ത് ഫെമയാണ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ. ദ നെക്സ്റ്റ് ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെൻറ്റ്. ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെൻറ്റ് എന്താണ്? അവരുടെ ഒബ്ജക്റ്റീവ്സ് ഒന്ന് നോക്കി വയ്ക്കുക. ഒബ്ജക്റ്റീവ്സ് ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെൻറ്റ്. അതുപോലെ തന്നെ അതിൽ അഡ്ജുഡിക്കേഷൻ ആൻഡ് അപ്പീലിൻ്റെ കൺസെപ്റ്റ് ചിലപ്പോഴേ വരാൻ സാധ്യതയുള്ളൂ. നമ്മൾ കൂടുതൽ ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെൻ്റ് ആണ് പ്രതീക്ഷിക്കുന്നത്. എന്നാലും ഇതിൻ്റെ കൺസെപ്റ്റ് ഒന്ന് നോക്കി വെച്ചോളൂ. അഡ്ജുഡിക്കേഷൻ ആൻഡ് അപ്പീൽ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് ബയോഡിവേഴ്സിറ്റി എന്താണ് നോക്കി വയ്ക്കുക. ആൻഡ് ഫൈനലി ഒരു സജഷനും കൂടി നൽകാം. ഇപ്പോൾ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉണ്ട്, സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉണ്ട്. CPCB, SPCB ഇവരുടെ ഫങ്ഷൻസ് ഒന്ന് നോക്കാം. ഫങ്ഷൻസ് അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് കാണാൻ സാധിക്കും ഭോപ്പാൽ ഗ്യാസ് ട്രാജഡീനെ പറ്റിയിട്ട്. ഷോർട്ട് നോട്ട്, ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ചിലപ്പോൾ വരാം. ട്രാജഡി എന്താണ് അതും കൂടി നോക്കാം. അപ്പോൾ 8 ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 12 സജഷൻസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് 8 കിട്ടും. നമ്മളതിൽ 5 ആൻസർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസ് ഇതൊക്കെയാണ്. വലിയൊരു പേപ്പറിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നമ്പർ 1 ലോ എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് ലോയിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നു. അതല്ലെങ്കിൽ പിന്നെ two principles of natural justice ഏതെങ്കിലും ഒരെണ്ണം. പ്രിൻസിപ്പിൾ ഓഫ് ഓഡി ഓൾട്ടറം പാറ്റം, പ്രിൻസിപ്പിൾ ഓഫ് നിമോ ജൂഡക്സ് ഇൻ കോസ സ്വാ. പിന്നെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 എന്താണ് കൺസെപ്റ്റ്. അതുപോലെ തന്നെ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 അതിൻ്റെയും കൺസെപ്റ്റ് നോക്കാം. പിന്നെ പേറ്റന്റ് എന്താണ്, ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്താണ്, ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസിനെ പറ്റിയിട്ട് നോക്കാം. പിന്നെ കോമ്പറ്റീഷൻ ആക്ട് 2002 എന്താണെന്ന് നോക്കാം. ആൻറ്റി കോമ്പറ്റീറ്റീവ് എഗ്രിമെൻറ്റ് എന്താണെന്ന് ചിലപ്പോൾ ഡിഫൈൻ ചെയ്യാം, ചോദിക്കാം. പിന്നെ അമാൽഗമേഷൻ എന്താണ്, അതിൻ്റെ കൺസെപ്റ്റ് നോക്കുക. മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻസ് കൺസെപ്റ്റ്. പിന്നെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. പിന്നെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ, ഓൺലൈൻ കോൺട്രാക്റ്റിൻ്റെ ടൈപ്സ് നോക്കുക. ഫെമ അല്ലെ കോൺട്രവെൻഷൻ ആൻഡ് പെനാൽറ്റീസ് അതിൻ്റെ കൺസെപ്റ്റ്. പിന്നെ ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. അഡ്ജുഡിക്കേഷൻ ആൻഡ് അപ്പീൽ കൺസെപ്റ്റ് നോക്കുക. ബയോഡിവേഴ്സിറ്റി നോക്കുക. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അതിൻ്റെ ഫങ്ഷൻസ്. പിന്നെ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് പാർട്ട് എയിലുള്ളത് കേട്ടോ. ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ ഇതാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതാണ് വരുന്നത്.
ആൻഡ് ഫൈനലി ഇത്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.